ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന റൈറ്റ് റവറൻഡ് KG ദാനിയേൽ തിരുമേനി, ഈസ്റ്റ് കേരള ഡയോസിലും ഞങ്ങളുടെ ദക്ഷിണ കേരള മഹായരുടെയും ബിഷപ്പ് കമ്മസറിയായി പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ് തിരുമേനി, ഇവിടെ അധ്യക്ഷപദത്തിലില്ലെങ്കിലും അദ്ദേഹത്തെയും ഇവിടെ ആയിരിക്കുന്ന കൊച്ചമ്മയും കടന്നു വന്നിരിക്കുന്ന എല്ലാ സഭാ ശുശ്രൂഷകന്മാരെയും ദൈവജനത്തെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ മേലുകാവ് ഡിസ്ട്രിക്റ്റിലോട്ട് ഞാൻ വരുന്നത്. ഞാൻ അവിടെ താഴെ നോക്കിയപ്പോൾ എരുമാപ്ര പള്ളി, അവിടെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. കെയിലി ലാൻഡ്, ചേലച്ചോട്, പശുപ്പാറ, ഈ ഇടവുകളിലൊക്കെ 10-15 വർഷങ്ങൾക്ക് മുമ്പ് വചനവുമായി കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. വീണ്ടും 2024 നിങ്ങളുടെ 41ാമത് ഡയോസിഷൻ വാർഷിക കൺവെൻഷനിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ അനുവാദത്തോട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും അതിനായിട്ട് എന്നെ ക്ഷണിച്ച ഡയോസിഷൻ ഭാരവാഹികളോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് വചന കേൾവിയിലേക്ക് പ്രവേശിക്കാം. യോസനയിൽ പെരിയവരേ ആരാധനൈ ആരാധനൈ, സേൽകളിലെ വല്ലവരേ ആരാധനൈ ആരാധനൈ, സേൽകളിലെ വല്ലവരേ ആരാധനൈ ആരാധനൈ. ഹോസാന ഉന്നത ദേവനേ, ഹോസാന ഹോസാന ഹോസാന. കൺമണി പോ കാപ്പവരേ ആരാധനൈ ആരാധനൈ, കഴുകുപോലെ സുമപ്പവരേ ആരാധനൈ ആരാധനൈ, കഴുകുപോലെ സുമപ്പവരേ ആരാധനൈ ആരാധനൈ. ഹോസാന ഉന്നത ദേവനേ, ഹോസാന ഹോസാന ഹോസാന. സിലുവയിനാൽ മീറ്റവരേ ആരാധനൈ ആരാധനൈ, സിറകുകളാ മൂടുപവരേ ആരാധനൈ ആരാധനൈ, സിറകുകളാ മൂടുപവരേ ആരാധനൈ ആരാധനൈ. ഹോസാന ഉന്നത ദേവനേ, ഹോസാന ഹോസാന ഹോസാന. പരിശുദ്ധരേ
படைத்தவரே ஆராதனை ஆராதனை பாவங்களையே மன்னித்தவரே ஆராதனை ஆராதனை பாவங்களையே மன்னித்தவரே ஆராதனை ஆராதனை ஹோசானா உன்னத தேவனே ஹோசானா ஹோசானா ഹോസാന. സ്വർഗീയപിതാവേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹമേ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഒരു ജനതയായി അങ്ങ് ഞങ്ങളെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തോർത്ത് സ്തോത്രം. കഴിഞ്ഞ 40 വർഷങ്ങൾ അവിടെ നിന്ന് കരുതിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഈ 41ാമത് ഡയോസിഷൻ കൺവെൻഷൻ വേളയിൽ അവിടുത്തെ ശബ്ദം കഴിഞ്ഞ നാളുകളിൽ അവിടുത്തെ ദാസന്മാരിലൂടെ ഞങ്ങളോട് കേൾപ്പിച്ചുകൊണ്ടിരുന്നതിനായി നന്ദി പിതാവേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അവിടെ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വചനത്താലുള്ള സൗഖ്യം, അവിടുത്തെ വചനത്താലുള്ള ശുദ്ധീകരണം, അവിടുത്തെ വചനത്താലുള്ള സ്വാതന്ത്ര്യം, അവിടുത്തെ വചനത്തിലൂടെ ലഭിക്കുന്ന ആശ്വാസം, അവിടുത്തെ വചനത്തിലൂടെ ലഭിക്കുന്ന ധൈര്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുവാൻ തിരിഹിതമാകണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികൾ നാസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈ ഡയോസിസിലെ എല്ലാ സഭാ ശുശ്രൂഷകന്മാരെയും തിരുമേനിമാരെയും അതുപോലെ തന്നെ എല്ലാ കുടുംബങ്ങളെയും അപ്പൻ്റെ കരങ്ങൾ തരികയാണ്. അപ്പോൾ ഈ മധ്യാഹ്ന സമയത്തിൽ തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ ഞങ്ങളുടെ ബുദ്ധി അവിടുന്ന് തുറക്കണമേ. അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. പുത്രനെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഉറച്ച് ആമേൻ ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. റോമർക്കെഴുതിയ ലേഖനം 1:10. എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ആ ഒരു കൊച്ചു പോർഷനാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ അവസാന വേളകളിൽ അനേകം മുന്നറിയിപ്പുകൾ നൽകി. അതിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ആരും നിങ്ങളെ തെറ്റിക്കരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്. എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് വഞ്ചിക്കപ്പെടുന്നത്? അതിനും യേശു കർത്താവ് തന്നെ ഉത്തരം പറഞ്ഞു. മത്തായി 22:29 നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. ചിലർക്ക് തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നറിയാം, ദൈവശക്തിയെ കുറിച്ച് അവർക്കറിയില്ല. ചിലർക്ക് ദൈവശക്തിയെ കുറിച്ച് അറിയാം, തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ആത്മീയ ഗോളത്തിൽ ഇന്ന് അനേകം വെല്ലുവിളികളാണ്. ഇത് എവിടെ പോയി അവസാനിക്കും, എന്താണിത് എന്നെല്ലാം അനേകർ ഉള്ളിൽ ചോദിക്കാറുണ്ട്.
ശരിയായ ഒരു ആത്മീയത, ദൈവം പ്രസാദിക്കുന്ന ഒരാത്മീയത, അത് എപ്രകാരം, അത് ദൈവവചനത്തിലൂടെ തന്നെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. എന്താണ് ഇങ്ങനെ ഒരു പ്രസ്താവന താൻ പറയേണ്ടി വന്നത്? താനൊരു നിരീശ്വരവാദിയൊന്നും ആയിരുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, അതുപോലെ തന്നെ പരീശന്മാരിൽ താൻ അഗ്രഗണ്യനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് കണ്ടെത്തിയപ്പോൾ തൻ്റെ പാരമ്പര്യവും തൻ്റെ പഠനവും എല്ലാം തനിക്ക് ചപ്പും ചവറുമെന്ന് തോന്നി. തൻ്റെ ആത്മാവിൽ വലിയൊരു രൂപാന്തരം സംഭവിച്ചു. മുൻപ് താൻ സങ്കീർത്തനങ്ങളൊക്കെ കാണാപ്പാടം പറയുമായിരുന്നു. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളതെല്ലാം താൻ നന്നായി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് തൻ്റെ ജീവിതം മാറ്റപ്പെട്ടു. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമെന്ന് താൻ ശക്തിയോടെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ ആഴമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. റോമർ 8:16, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു. അവിടെ 2 ആത്മാവിനെ കുറിച്ച് പറയുക. നാം ദൈവത്തിന്റെ മക്കളെന്ന് പിതാവിന്റെ സന്നിധിയിൽ സാക്ഷ്യം പറയുന്നത് എൻ്റെ ആത്മാവും ദൈവം നൽകിയ പരിശുദ്ധാത്മാവും. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ ഉറപ്പിലാണ് താൻ ഇവിടെ പറയുന്നത്, ഞാൻ എൻ്റെ ബുദ്ധിയിൽ ആരാധിക്കുന്ന ദൈവമെന്നല്ല, എൻ്റെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ദൈവമെന്നല്ല, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ആത്മാവിലുള്ള ആരാധന, ദൈവം പ്രസാദിക്കുന്ന ആരാധന. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. യേശുവിൻ്റെ ജനനത്തോടു കൂടെ ഒരുപാട് പേരുടെ സമാധാനം നഷ്ടപ്പെട്ടു. അതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം 400 വർഷം കൊണ്ട് ദൈവശബ്ദം കേൾക്കുന്നില്ല, പരിപാടികളൊക്കെ സ്മൂത്തായി പോകുന്നുണ്ട്. കൂടാര പെരുന്നാൾ നടക്കുന്നു, പെസഹ പെരുന്നാൾ നടക്കുന്നു, പെന്തക്കോസ് പെരുന്നാൾ നടക്കുന്നു, യാഗങ്ങൾ നടക്കുന്നു. എല്ലാം നമ്മുടെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സർക്കാർ കാര്യമെല്ലാം മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ ജനനം അനേകരുടെ സമാധാനത്തെ കെടുത്തി. ദൈവപ്രസാദമില്ലാതെ ജീവിക്കുന്ന ജീവിതങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെട്ടു. അത് രാജാവായിരുന്നാലും കൊള്ളാം, മഹാപുരോഹിതനായിരുന്നാലും കൊള്ളാം, പരീശന്മാരായിരുന്നാലും കൊള്ളാം, ശാസ്ത്രിമാരായിരുന്നാലും കൊള്ളാം, ജനമായിരുന്നാലും അനേകരുടെ സമാധാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. വാളത്രേ വരുത്തുവാൻ വന്നത്. കാരണം ദൈവപ്രസാദം ഇല്ലാത്ത ജീവിതം നയിക്കുന്നവർക്ക് സമാധാനം ഇല്ല. അപ്പോൾ ദൈവം പ്രസാദിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ദൈവപ്രസാദമുള്ള ആരാധനകൾ നമ്മുടെ ആലയങ്ങളിൽ നടന്നാൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടന്നാൽ അവിടെ സമാധാനമുണ്ട്. മനസ്സിലായിരിക്കും. ദൈവപ്രസാദമുള്ള ആരാധന നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ കുടുംബത്തിൽ സമാധാനം, വ്യക്തി ജീവിതത്തിൽ സമാധാനം, സഭാജീവിതത്തിൽ സമാധാനം. സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കാത്ത എന്തോ അവിടെ ഉണ്ട്. അത് കണ്ടെത്തണം. അത് കണ്ടെത്തിയാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ദൈവപ്രസാദമുള്ള ആരാധന, അതിനെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത് വലിയ ഒരു വിശുദ്ധിയോടൊന്നും അല്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം.
യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4-ാം അധ്യായം, ഇവിടെ ആ ഭാഗമെല്ലാം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അവിടെ 4:23 മുതൽ വായിക്കുമ്പോൾ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ പിതാവിനെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശമരിയക്കാരത്ത് സ്ത്രീ പറയുകയാണ്, മശിഹ അഥവാ ക്രിസ്തു വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തരുമെന്ന് ഞാൻ അറിയുന്നു. യേശുവിൻ്റെ മറുപടി വായിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ എന്ന് പറഞ്ഞു. മശിഹ എബ്രായ വാക്കാണ്. അതിൻ്റെ മലയാളത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിസ്തോസ്, അഭിഷിക്തൻ, ദൈവം മനുഷ്യനായി തീർന്നവൻ. 3.5 വർഷക്കാലത്തെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ അന്നത്തെ ജനം ബഹുഭൂരിപക്ഷവും യഹൂദ മത നേതാക്കന്മാരും യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചില്ല. യേശു ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം പ്രവാചകന്മാർ ചെയ്ത പല അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവും ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി, പ്രകൃതി ശക്തിയുടെ മേൽ താൻ അധികാരം വെളിപ്പെടുത്തി, ഭൂതപ്രേതാദികളുടെ മേൽ അധികാരം വെളിപ്പെടുത്തി, മരണത്തിൻ്റെ മേലും തൻ്റെ അധികാരം വെളിപ്പെടുത്തി. എന്നിട്ടും ഈ യേശു ആണ് ക്രിസ്തു എന്നവർ അംഗീകരിച്ചില്ല. അന്നത്തെ നേതൃത്വത്തിൻ്റെ ആത്മീയ അന്ധത എത്രമാത്രമെന്ന് അറിയണമെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷത്തിലോട്ട് അതിൻ്റെ 2-ാം അധ്യായത്തിൽ വരണം. നക്ഷത്രം കണ്ട വിദ്വാൻമാർ കൊട്ടാരം കണ്ടപ്പോൾ നക്ഷത്രത്തെ വിട്ടു. കൊട്ടാരത്തിൽ കയറി ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹേരോദാവ് ഞെട്ടിപ്പോയി. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇത്രയും ഞെട്ടണോ? പെട്ടെന്ന് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചു വരുത്തി, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവെന്നാണ് അവർക്കൊരു പ്രകാശനം കിട്ടിയത്. പക്ഷേ ഹേരോദാവിന് അറിയാമായിരുന്നു ക്രിസ്തുവാണ് ജനിക്കാൻ പോകുന്നത്, ക്രിസ്തുവാണ് യഹൂദന്മാരുടെ രാജാവ്. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? പെട്ടെന്ന് മഹാപുരോഹിതന്മാരെല്ലാം കണ്ടുപിടിച്ചു. കാരണം അവിടെയാണ് തിരുവെഴുത്തുകളൊക്കെ ഇരിക്കുന്നത്. തിരുമേനി, കൊട്ടാരത്തിലല്ല, ബെത്ലഹേമിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിദ്വാൻമാരോട് പറഞ്ഞു, ഇവിടെ അല്ല സഹോദരന്മാരെ, ബെത്ലഹേമിലാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, കുഞ്ഞിനെ കണ്ട് നമസ്കരിച്ചിട്ട് ലൊക്കേഷൻ ഒന്ന് അയച്ചു തരണം. വന്നു പറഞ്ഞാൽ നല്ല കാര്യം, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ക്രിസ്തു ഇത് വായിച്ചു കൊടുത്തത് ആരാണ്? മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും. ഇവരാരെങ്കിലും ആ ക്രിസ്തുവിനെ കാണാൻ പോയോ? ആയിരക്കണക്കിന് ആണ്ടുകളിൽ പ്രവാചകന്മാർ അപ്പോഴപ്പോഴായി പറഞ്ഞ പ്രവചനങ്ങളുടെ നിവൃത്തിയായി ക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ ഇത് വായിച്ചു കൊടുത്ത, തിരുവചനം കയ്യിലിരുന്ന ആരെങ്കിലും ബന്ധപ്പെട്ട് ഓടിയോ? അതുകൊണ്ടാണ് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറഞ്ഞത്, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. പക്ഷേ ആ ശമരിയ സ്ത്രീ, 5 പേരുണ്ടായിരുന്ന ഒരു ഭർത്താവല്ല, ഇപ്പോഴുള്ളവനും ഭർത്താവല്ല. പക്ഷെ അവൾക്കാണ് ഈ വലിയൊരു ആത്മീയ സത്യം കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് ലോകത്താകമാന ആരാധനയാണ് വലിയ വിഷയം അല്ലേ? എത്ര സഭാവിഭാഗങ്ങൾ, പിന്നെ നീരിൻ കുമിളകള പോലെ പൊട്ടി മുളയ്ക്കുന്ന സ്വതന്ത്ര സഭകൾ, ഒന്നും ശരിയാകുന്നില്ല. പിന്നെയും
പിരിഞ്ഞോട് പോവുകയാണ്. എന്താ? ആരാധന ശരിയാകുന്നില്ല. ആരാധന അവിടെ ആരാധിച്ചിട്ട് ശരിയായില്ല, ഇവിടെ ആരാധിച്ചിട്ട് ശരിയായില്ല. ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ആത്മാവിൽ ആരാധന എന്ന് പറഞ്ഞാൽ ഏതാത്മാവിൽ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണോ? പലപ്പോഴും നമ്മൾ ആത്മീയമായ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ഏതാത്മാവെന്ന് ചോദിക്കാറില്ലേ? അതെ, പരിശുദ്ധാത്മാവ് മാത്രമല്ല ഉള്ളത്. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ 60 വർഷത്തെ ആത്മീയ ജീവിതത്തിൻ്റെ പക്വതയിൽ താൻ ലേഖനങ്ങൾ എഴുതുമ്പോൾ 1 യോഹന്നാൻ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 1 യോഹന്നാൻ 4:1, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ടെസ്റ്റ് ചെയ്യണം, ശോധന ചെയ്യണം. പലരും വിചാരിക്കുന്നത് ആത്മീയ വിഷയങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണം, ചോദ്യം ചെയ്യാതെ. അങ്ങനെ ഒരു പാട്ടും കൂടെ ഉണ്ടല്ലോ, ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. അയ്യോ, ആത്മീയ കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. 4, 5, 6 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകയാൽ. ആരാണ്? കള്ളപ്രവാചകന്മാർ ലൗകികന്മാരാകയാൽ. 1 യോഹന്നാൻ 4:5. അവർ ലൗകികന്മാരാകയാൽ ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങളോ ദൈവത്തിൽ നിന്നുള്ളവരാകയാൽ. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകയാൽ, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകയാൽ ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പൊ ആദ്യം അറിയേണ്ടത് ദൈവത്തെയാണ്. പലരും ദൈവത്തെ അറിയാൻ താല്പര്യമില്ല, ദൈവദാസന്മാരെ അറിയാനാണ് താല്പര്യം. ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയണോ? എത്ര ദൈവങ്ങളുണ്ട്? അത് വേറെ വലിയ വിഷയമാണെങ്കിലും ജസ്റ്റ് ഒന്ന് അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞു വിടാം. കാരണം കൽപ്പന കൊടുത്തപ്പോൾ തന്നെ യഹോവയായ ദൈവം പറഞ്ഞു, എൻ്റെ മുമ്പാകെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരിക്കരുത്. അപ്പൊ മനുഷ്യന് ദൈവമെന്ന് തോന്നുന്ന പലതുമുണ്ട്. ഹബക്കൂക്ക് 1:11, സ്വന്ത ശക്തിയല്ലോ ദുഷ്ടന്റെ ദൈവം. ദുഷ്ടനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ ദൈവം സ്വന്തം ശക്തിയാണ്. ബുദ്ധിശക്തി, ധനശക്തി, കായിക ശക്തി, ജനശക്തി, ഇതൊക്കെയാണ് ദുഷ്ടന്റെ ശക്തി. അതാണ് അവന്റെ ദൈവം. രണ്ടാമതൊരു ദൈവത്തെക്കുറിച്ച് പറയുന്നു. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 18 മുതൽ. ഞാൻ പലപ്പോഴും കരഞ്ഞുകൊണ്ട്, അതെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്താണ്? ചിലർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു. അവരുടെ അവസാനം നാശമാണ്. അവരുടെ ദൈവം വയറ്. ലജ്ജായ കാര്യങ്ങളിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു. ഞാൻ പറയാറുണ്ട്, ചിലർക്ക് ഒരു സ്റ്റേറ്റിനെ കുറിച്ച് മാത്രമേ ഭാരമുള്ളൂ. മധ്യപ്രദേശ് അതിന് വല്ലതും കിട്ടിയാൽ മടങ്ങി മര്യാദക്കിരുന്നുള്ളൂ. ചിലരുടെ ദൈവം വയർ. വേറൊരു ദൈവം 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. യേശു ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞു. ഈ ലോകത്തിന്റെ ദൈവം. ഗലാത്യർക്ക് എഴുതുമ്പോൾ പൗലോസ് മറ്റൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവ. ശക്തിയുണ്ട്, അത്ഭുതം നടക്കും,
അടയാളങ്ങൾ നടക്കും. പക്ഷേ സ്വഭാവം നോക്കിയാൽ അടുപ്പിക്കാൻ കൊള്ളൂല. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവ ഈ ലോകത്തിൻ്റെ ദൈവം. നാലാമത് ഏക സത്യ ദൈവം. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ തന്നെ താൻ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ 17-ാം അധ്യായം നമുക്കറിയാം, യേശുവിൻ്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ തൻ്റെ ആദ്യത്തെ പിതാവിനോടുള്ള അപേക്ഷ, ഏക സത്യ ദൈവമായ അങ്ങേയും അവിടെ നിന്ന് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതല്ലോ നിത്യജീവൻ. ഏക സത്യ ദൈവം. അപ്പോൾ ചിലരുടെ ദൈവം അവരുടെ സ്വന്തം ശക്തി, ചിലരുടെ ദൈവം അവരുടെ വയറ്, ചിലരുടെ ദൈവം ഈ ലോകത്തിൻ്റെ ദൈവം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അത് ലളിതമായി കാണാവുന്ന ഒന്നല്ല. എല്ലാ മതങ്ങളുടെയും ദൈവമാണ് ഈ ലോകത്തിൻ്റെ ദൈവം, ക്രിസ്തു മതത്തിൻ്റെത് ഉൾപ്പെടെ. കാരണം ക്രിസ്തു മതം സ്ഥാപിക്കാനല്ല വന്നത്, ക്രിസ്തു വന്നത് സുവിശേഷവുമായിട്ടാണ്. ക്രിസ്തു വന്നത് മതമായിട്ടല്ല, കുറെ ആചാര അനുഷ്ഠാനങ്ങൾ നടത്താനല്ല ക്രിസ്തു പഠിപ്പിച്ചത്, ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാൻ. മതങ്ങളെല്ലാം വിശാല വഴിയാണ്, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും, ദൈവം നിന്നെ നടത്തും. ദൈവം നടത്തുന്നതല്ല ക്രിസ്തീയ ജീവിതം, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഇസ്രായേൽ ജനത്തെ ദൈവം 40 ആണ്ട് മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ സന്തോഷത്തോടെ അല്ല നടത്തിയത്. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും അഗ്നിസ്തംഭം മാറ്റിയില്ല, മേഘസ്തംഭം മാറ്റിയില്ല, കാടപ്പക്ഷി കൊടുക്കുന്നത് നിർത്തിയില്ല, തീക്കൽപ്പാറയിലെ വെള്ളം കൊടുക്കുന്നത് നിർത്തിയില്ല. ഒന്ന് മാത്രം സംഭവിച്ചു, എൻട്രൻസ് കൊടുത്തില്ല. 106-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ അപേക്ഷിച്ചതെല്ലാം അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അതിന് മുമ്പുള്ള കുറച്ച് വാക്യങ്ങളുടെ വായിക്കണം. 106-ന്റെ 12 മുതൽ വായിക്കാം. അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു, അവനെ ആരാധിച്ചു, സ്തുതി പാടി. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ പ്രവൃത്തി മറന്നു. എന്തിനാണ് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വിടുവിച്ചത്? എന്താണ് ലക്ഷ്യം? അത് മറന്നു. പണ്ടാരാണ്ടോ തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, പ്രസംഗത്തിന്റെ ഇടയ്ക്ക് സ്തോത്രക്കാഴ്ച എടുക്കാൻ പറഞ്ഞപ്പോൾ കൊയറ് പാടി പോലും, എൻ ലക്ഷ്യം അതാണേ, എൻ ആശയം അതാണേ. ഇനി അതില്ലെങ്കിൽ പിന്നെ എന്തുവാ? ലക്ഷ്യമൊക്കെ പോയി. വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു, അവന്റെ ആലോചനയ്ക്കായി കാത്തിരുന്നില്ല. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു, നിർജ്ജന പ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. നമ്മൾ പാടും മരുഭൂയാത്ര അതികാഠിനം. പക്ഷെ മോഹങ്ങൾക്ക് ഒരു കുറവുമില്ല, മോഹങ്ങൾക്ക് ഒരു കുറവുമില്ല. അടുത്താണ് പറയുന്നത്, അവർ ചോദിച്ചതെല്ലാം വായിക്കാം. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു, ദൈവം നടത്തിയ ജനം ദൈവത്തിന്റെ വഴിയിൽ നടക്കാതെ വന്നപ്പോൾ പുറപ്പെട്ട തലമുറയിൽ 2 പേരെ പ്രവേശിച്ചുള്ളൂ, യോശുവയും കാലേബും. ചെങ്കടൽ കടന്ന മിരിയാം ഡാൻസ് കളിച്ചാണ് പാടിയത്. ശ്രീനസയ്ക്കൻ സെക്രട്ടറി പോലും പോയില്ല. ചെങ്കടൽ കടന്ന മിരിയാം തൻ കയ്യിൽ തപ്പെടുത്താർത്തതുപോൽ. മിരിയാമിനെ ചോദിക്കണം, വാഗ്ദത്താട്ടിപ്പോയോ? ഇല്ല. ഭയങ്കര ആരാധനയായിരുന്നല്ലോ മരുഭൂമിയിൽ. ദൈവമക്കളെ ചിന്തിക്കണം, ദൈവം പ്രസാദിക്കുന്ന ആരാധന
ദൈവം പ്രസാദിക്കുന്ന ജീവിതം ഗൗരവമായി കണക്കിലെടുത്തില്ലെങ്കിൽ ഒടുവിൽ അയ്യോ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇവിടെയാണ് ലോകത്തിൻ്റെ ദൈവത്തെ ഗൗരവമായി ചിന്തിക്കേണ്ടത്. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ പിശാച് നേരിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. കാരണം 1000 വർഷങ്ങളായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആരാണ് എൻ്റെ തലയെ തകർക്കാൻ വരുന്ന സ്ത്രീയുടെ സന്തതി. ആദ്യം വിചാരിച്ചത് മോശയായിരിക്കുമെന്ന്, പിന്നെ മനസ്സിലാക്കി കണക്ക് തെറ്റിപ്പോയി. അങ്ങനെ പിന്നെയും കാത്തിരുന്നപ്പോഴാണ് യേശു ജനിക്കുന്നത്. മനസ്സിലായി, ഇവൻ തന്നെയാണ് ആള്. കുഞ്ഞിലെ തട്ടിക്കളയാമെന്ന് വിചാരിച്ച് ഹേരോദാവിനെ കൊണ്ട് പ്രേരിപ്പിച്ചു. 2 വയസ്സിന് താഴെയുള്ളതിനെല്ലാം തട്ടിക്കളയാം. പക്ഷെ ദൈവം അവിടെയും മിസ്രൈമിലേക്ക് യോസഫിനെയും മറിയയും യേശു കുഞ്ഞിനെ അങ്ങോട്ട് മാറ്റി. ഇപ്പോൾ ഇതാ സാത്താൻ നേരിട്ട് വരികയാണ്. വളരെ ഡീസൻ്റാണ്, എക്സ്ട്രാ ഡീസൻ്റാണ് സാത്താൻ. കാരണം 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഉടനെ കാര്യങ്ങളൊക്കെ ഗൗരവമായി അവതരിപ്പിക്കുന്നതിന് പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാം. നീ ദൈവത്തിനല്ലേ, ഈ കല്ലുകൾ അപ്പമാക്ക്. 40 ദിവസമായിട്ട് വിശന്നിരിക്കുകയല്ലേ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകാം. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ പിശാച് പതുക്കെ അവൻ്റെ ടാബ് അങ്ങ് ഓപ്പൺ ചെയ്തു. കാരണം പിശാച് വേദോസം കൊണ്ട് നടക്കുന്നവനാണ്. അവൻ ടാബ് ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു, എഴുതിയിട്ടുണ്ടല്ലോ, നിന്റെ കല്ല് തട്ടിപ്പോയിരിക്കേണ്ടതിന്, നിന്റെ കൈകൾ വഹിക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ചാട്, ദൂതന്മാർ വരും. ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. ദൂതന്മാർ വന്ന് നിന്നെ താങ്ങുമ്പോൾ ജനം പറയും, സൂപ്പർമാൻ, സ്പൈഡർമാൻ, ശക്തിമാൻ. മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിരിക്കുന്നു. എങ്കിലും അവൻ പിന്മാറിയില്ല. വളരെ സൗമ്യമായി അവൻ സംസാരിച്ചു. നീ എന്തിനാണ് വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ നല്ല തടി എന്തിനാണ് കേടാക്കുന്നത്? ഇപ്പം നമ്മൾ 2 പേരും മാത്രമേ ഇവിടെ ഉള്ളൂ. നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം. നോക്കാം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് അതുള്ളത്. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിലുള്ള 8 മുതൽ 10 വരെയുള്ളൊന്ന് വായിച്ചു കേൾക്കാം. എഴുതിയെടുക്കുന്നവർ ലൂക്കോസ് 4-ന്റെ 1 മുതൽ 8 വരെയും കൂടെ എഴുതിയെടുത്തോളണം. വായിക്കാം. മത്തായി 4:8 മുതൽ. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. ലോകത്തിലുള്ള സകല രാജ്യത്തെയും അവൻ അതിന്റെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനേ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ആവർത്തന പുസ്തകം 6:3 താൻ അവിടെ കോട്ട് ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. പിശാച് ആരാധന കൊതിയനാണ്. കൊതിയെന്നുള്ള വാക്കിവിടെ ഉണ്ട്. സത്യദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. പിശാച് ഓഫറുകൾ നൽകിയാണ് ആരാധിക്കാൻ പറയുന്നത്. ആരാധിച്ചാൽ ഇന്നത് കിട്ടും, ആരാധിച്ചാൽ അത് വരും, ആരാധിച്ചാൽ ഇത് തരാം, ലോകത്തുള്ള എന്ത് വേണമെങ്കിലും തരാം. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ക്രിസ്ത്യാനിയാണോ? ഇന്ന് ലോകത്തുള്ളതിന് വേണ്ടിയല്ലേ ആരാധന? ഇടയ്ക്കൊരു കൂട്ടായ്മയിൽ ഒരു മാതാവ് ഒരു പാട്ട് പാടിക്കൊണ്ട് എഴുന്നേറ്റു.
ലോകം എനിക്കു വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട, പോകണം യേശുവിൻ പാതെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്നു. ഞങ്ങളുടെ 3ാമത്തെ വീട് പാല് കാച്ചാനായിട്ട് ദൈവം സഹായിച്ചു. 2 മാസം കഴിഞ്ഞ് അവനൊരു പുതിയ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനു മുമ്പേ അടുത്തൊരു വീടിനും കൂടെ തറക്കല്ലിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പാടിക്കൊണ്ട് എഴുന്നേറ്റത്, ലോകം എനിക്ക് വേണ്ട, ലോകത്തിലൊന്നും വേണ്ട. എങ്ങനെ പോകുന്നു ആത്മീയത? ഇവിടെയാണ് ചോദിക്കുന്നത്, ഏതാത്മാവ്? ദൈവത്തെ അറിയണം. 1 യോഹന്നാൻ 4:5 ഞാൻ വീണ്ടും വരികയാണ്. 1 യോഹന്നാൻ 4:5. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. കള്ളപ്രവാചകന്മാർ ലൗകികന്മാരാകയാൽ അവർ ലൗകികമായത് സംസാരിക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകയാൽ ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തെ അറിയാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നില്ല എന്നല്ല. കേൾക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ ശേഷവും കർത്താവ് പറഞ്ഞു, ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കട്ടെ എന്നല്ല. ചിലപ്പോഴല്ലേ കൺവെൻഷൻ യോഗങ്ങളിൽ അവസാന ഭാഗത്ത് വരുമ്പോൾ മാതാപിതാക്കൾ മക്കളെയൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുവരും. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കും, ഏത് ചെവിക്കാണ് കംപ്ലൈൻറ്റ്? ചെവിക്കൊരു പ്രശ്നമില്ല ബ്രദറെ. അപ്പൊ എന്താണ് പ്രശ്നം? അനുസരണമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ അനുസരിക്കട്ടെ. അനുസരണമില്ലാത്ത ആരാധന ദൈവത്തിന് പ്രസാദമല്ല. പഴയ നിയമത്തിൽ ഒരു ചരിത്രം നിങ്ങൾക്കറിയാം. ശൗൽ രാജാവ് യുദ്ധത്തിൽ ജയാളിയായി ശവതാർപ്പിത വസ്തുക്കളെ കൊണ്ട് വരികയാണ്. ശമൂവേൽ ദൈവം സംസാരിച്ചു, ഞാൻ ശൗലിനെ രാജാവാക്കിയതുകൊണ്ട് എനിക്ക് വ്യസനം തോന്നിയിരിക്കുകയാണ്. അതിരാവിലെ എഴുന്നേറ്റു ശൗലിനെ കണ്ടു. ശൗല് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ശമൂവേൽ പ്രൈസ് ദി ലോർഡ് ഒന്നും പറഞ്ഞില്ല. ശമൂവേൽ ചോദിച്ചു, എൻ്റെ ഈ ചെവിയിൽ കേൾക്കുന്ന ശബ്ദം എന്താണ്? ഓ, അത് ജനം ഉണ്ടല്ലോ, ജനത്തിന് ഭയങ്കര സന്തോഷം. ദൈവം നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു വിജയം തന്നതുകൊണ്ട് മേൽത്തരമായതിനെല്ലാം യാഗം കഴിക്കാൻ ജനം കൊണ്ടുവന്നതാ. എനിക്കതിൽ പങ്കില്ലേ? അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ശൗലിനോട് ദൈവം ക്ഷമിച്ചില്ല. 1ാമത്തെ രാജാവായിരുന്നിട്ടും ക്ഷമിച്ചില്ല. സ്ഥാനത്ത് നിന്ന് ദൈവം മാറ്റി എന്നറിയാതിരിക്കരുത്. യാഗം ആരാധനയ്ക്കുള്ള മറ്റൊരു പദമാണ് യാഗം. യാഗത്തിലല്ല, അനുസരണത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അനുസരണമില്ലാത്ത യാഗം ദൈവത്തിന് സ്വീകാര്യമല്ല, പ്രസാദമല്ല എന്ന് നമ്മൾ അറിയണം. അതെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് അവൻ്റെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിന് ജനിക്കാത്തവൻ വാക്ക് കേൾക്കുന്നില്ല. അടുത്ത് 1 യോഹന്നാൻ 4:6. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്കിതിനാൽ അറിയാം. അപ്പോൾ സത്യത്തിന്റെ ആത്മാവുമുണ്ട്, വഞ്ചനയുടെ ആത്മാവുമുണ്ട്. പിശാചിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവ് വഞ്ചനയുടെ ആത്മാവാണ്. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു. എഫേസ്യർ 2:2. അവയിൽ നിങ്ങൾ
മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും. അവയിൽ ഏതിലാണ്? അവയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ടുമുകളിൽ പറയുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവനിലും ആത്മാവ് വ്യാപരിക്കും. അത് പരിശുദ്ധാത്മാവല്ലെന്നേ ഉള്ളൂ. ഇവിടെയാണ് ആരാധിക്കുമ്പോൾ ഭയങ്കരമാണ്. ആരാധന കഴിഞ്ഞാൽ പിന്നെ വേറെ ആത്മാവാണ്. ആരാധിക്കുമ്പോൾ അടിച്ചങ്ങ് കയറ്റും ആത്മാവിന്. ആരാധന കഴിയുമ്പോൾ ഊരിയെന്ന് വിടും. പരിശുദ്ധാത്മാവ് ഇതല്ല. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു മുന്നറിയിപ്പ് നൽകിയാണ്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. പരിശുദ്ധാത്മാവ് വന്നും പൊയ്ക്കൊണ്ടിരിക്കാനല്ല. ഇന്ന് പലയിടത്തും പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. ഓ, പരിശുദ്ധാത്മാവ് വന്നു, പിന്നെ അങ്ങേര് എപ്പോഴും പോയി തിരിച്ച്. അത് അങ്ങേര് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അങ്ങേരങ്ങ് പോയി. പരിശുദ്ധാത്മാവ് വന്നത് പഴയ ഉടമ്പടിയിൽ പുരോഹിതന്റെ മേൽ, പ്രവാചകന്റെ മേൽ, രാജാവിന്റെ മേൽ പ്രത്യേക ദൗത്യത്തിനായി ഇറങ്ങി വരും. ആ ദൗത്യം കഴിഞ്ഞ് അവൻ സാധാരണ മനുഷ്യനെ പോലെ ആകും. ഏലിയ പോലും പറഞ്ഞു, മാതി പിതാവേ എന്നെ എടുത്തോളണം. യെസബേലിന്റെ വാക്കിൽ താൻ ഭയപ്പെട്ടു പോയി. പുതിയ ഉടമ്പടിയിൽ അങ്ങനെയല്ല. എന്നേക്കും നിങ്ങളിൽ വസിക്കേണ്ടതിന് തന്ന ആത്മാവാണ്. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധീവസിക്ക. വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധീവസിക്ക. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു അന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. തള്ളി സങ്കേതം ഞാൻ കൊടു അന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എന്നേക്കും വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നും വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. വസിക്കാതെ സ്വഭാവം മാറൂല. അതാണ് പൗലോസോട് പറയുന്നത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. അല്ലാതെ കൂട്ടായ്മ പോകുമ്പോൾ ശക്തിപ്പെടുത്തുന്നു എന്ന് വരിക അല്ല, ബലപ്പെടുത്തുന്നു എന്ന് വരിക അല്ല. വസിക്കുന്നു എങ്കിൽ യേശു അത് വേറൊരു ഭാഷയിൽ പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. എങ്ങനെയാ? എൻ്റെ സ്നേഹത്തിൽ വസിക്കണം. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ആത്മാവാണ്. റോമർക്ക് ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം, റോമർ 5:5 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് പ്രാപിച്ച റോമാ സഭയിലെ ദൈവമക്കളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വന്നു. പക്ഷെ ഇന്ന് കാണുന്ന ദയനീയമായൊരു കാര്യം, ആത്മാവൊന്നും ഇല്ലായിരുന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു.
ആത്മാവ് കയറിയപ്പം ഉള്ള സ്നേഹം കൂടെ പോയി. ഞാൻ ഈസ്റ്റ് കേരള ഡയസിൻ്റെ കാര്യമല്ല പറയുന്നത്, ഞങ്ങളുടെ അങ്ങോട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതുവരെ ഇത്തിരി സ്നേഹം കണ്ട ചിരിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു. ആത്മാവ് വന്നപ്പോൾ ഉള്ള സ്നേഹം കൂടെ പോയി. അതുകൊണ്ട് തന്നെ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളത് വിവാഹ ശുശ്രൂഷയ്ക്കാണ് വായിക്കുന്നത്. 1 കൊരിന്ത്യർ 13. സാധാരണ ഒരു വചനം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കണം. അതിൻ്റെ മുൻപിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പിൻപിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഈ 1 കൊരിന്ത്യർ 13 മുൻപിൽ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അതിന് ശേഷവും പറഞ്ഞിട്ടില്ല. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നു. 14-ാം അധ്യായത്തിൽ അന്യഭാഷ, പ്രവചനം, വ്യാഖ്യാനം അതിനെക്കുറിച്ച് പറയുന്നു. അതിനിടയിലാണ് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? കൃപാവരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ സ്നേഹം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് വേറെ ആരെയും കുറ്റപ്പെടുത്തിയില്ല. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ, അവിടെ അഗപ്പേ ലവാണ് പറയുന്നത്, ദൈവസ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളം മാത്രമേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മവും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കതായ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ നത്തിങ്. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. സ്നേഹം ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? കർത്താവ് പറഞ്ഞു, തൻ്റെ വരവിന് മുമ്പേ ഉള്ള ഒരു ലക്ഷണമായിരിക്കും. മത്തായി സുവിശേഷം 24:12. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. 2 തിമോത്തിയോസ് 1:7 നമ്മളിങ്ങനെ വായിക്കുന്നു. 2 തിമോത്തിയോസ് 1:7 ധീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഈ ആത്മാവിനാണ് ആരാധിക്കേണ്ടത്. സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ, അധികാരത്തിന്റെ പവർ. എന്തിനാണ് അധികാരം തന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് സുപരിതമാണല്ലോ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. ദൈവമക്കളായി തീരുവാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ജസ്റ്റിഫിക്കേഷൻ. അവൻ്റെ കൃപയാൽ നാം നീതീകരിക്കപ്പെടുന്നു. മരണാവസാനം വരെയുള്ള ഒരു പ്രോസസ്സാണ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. ഒടുവിൽ ഫൈനൽ സ്റ്റേജ് തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ. അതുവരെ നാം അധികാരം ഉപയോഗിക്കണം. കാരണം എന്താണ്? മറ്റൊരു അധികാരത്തിൽ നിന്നാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. കൊലോസ്യർ 1:12 മുതൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഈ വാക്യം പറയുമ്പോൾ ഉള്ളിലെങ്കിലും ഒരു സന്തോഷം വന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും മറ്റവൻ്റെ തിണ്ണയിലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പാടും, പറവോനു ഞാനിനി അടിമയല്ല. കിടക്കുന്ന അവൻ്റെ വരാന്തയിൽ കിടന്നുകൊണ്ടാണ് പാടുന്നത്. ഈ വായിച്ച വാക്യം നമ്മൾ പാട്ടായിട്ട് പാടാറുണ്ട്. കുടുംബ പ്രാർത്ഥനയ്ക്ക് പാടത്തില്ലെന്നാണ്. ഞങ്ങളുടെ അവിടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അത് പാടാറില്ല, പള്ളിയിലും പാടാറില്ല. എവിടെയാണ് പാടുന്നത്? ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ
ഉള്ള ആകാശത്തിൽ. എവിടെയാണ് പാടുന്നത്? ജീവനില്ലാത്ത ശരീരത്തെ നോക്കിയാണ് പാടുന്നത്. പാട്ടിൽ തന്നെ ഉള്ള ജീവൻ കൂടെ പോകും. ഇവിടെ സ്തോത്രം സ്തോത്രം പാടി ഞാനെന്നാണ് പാടുന്നത്. പക്ഷെ പാടുന്നത് കേട്ട ഉള്ള ജീവൻ കൂടെ പോകും. ഇത് കൈയടിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് പാടണം. ഇത് കൈയടിച്ച് പാടാമോ? ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. അതാണ് ആരാധന. ഞാൻ എവിടെ കിടന്നു? ഇരുട്ടിന്റെ അധികാരത്തിൽ കിടന്നു. എനിക്ക് സ്വയം പുറത്തു വരാൻ പറ്റത്തില്ല. സ്നേഹസ്വരൂപനായ പിതാവായ ദൈവം. ഇന്ന് പലരും അപ്പനെ മറന്നു. എല്ലാം യേശു. അപ്പനെ മറന്നു. യേശു വന്നിട്ട് പറഞ്ഞത് പിതാവിനെ നമസ്കരിക്കുക, പിതാവിനെ നമസ്കരിക്കുക. പിതാവാണ് പുത്രനെ തന്ന് സാത്താന്റെ അധികാരത്തെ വിടുവിച്ച് സ്നേഹസ്വരൂപന്റെ രാജ്യത്തിൽ ആക്കി വെച്ച അനുഭവം ഉണ്ടോ? നിൻ രാജ്യത്തിനൊരന്യനായി ഭൂമിയിൽ ഞാൻ ഉഴന്നു, നീ വന്നതാലെ ധന്യനായി പ്രവേശനം നീ തന്നു. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഈ പാട്ട് മുഴുവൻ അങ്ങോട്ട് പാടണം. ഇതൊക്കെ മരണ വീട്ടിലല്ലേ പാടാൻ പറ്റൂ. ഇനി വീട്ടിൽ വെച്ച് പാടിയാ മൂത്തവർ പറയും വെറുതെ കരിനാക്ക് ഉപയോഗിക്കാതെ. ദൈവമക്കളുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വഞ്ചിക്കുന്ന ആത്മാവും സത്യത്തിൻ്റെ ആത്മാവും ലോകത്തിൻ്റെ ആത്മാവൊക്കെ നമ്മൾ തിരിച്ചറിയണം. 3 ആത്മാക്കളുണ്ട്. അതെല്ലാം വലിയ വിഷയങ്ങളാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോവുകയാണ്. പ്രധാനപ്പെട്ട 3 ആത്മാക്കൾ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ ആരറിയുന്നു? അവണ്ണം തന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, പിശാചിന്റെ ആത്മാവ് പ്രാപിക്കണ്ട. അല്ലാതെ ഈ വന്നോളൂ. ചിലർ പറയാറുണ്ട് ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ അറിയാൻ പറ്റും, പോകുമ്പോൾ അറിയാൻ പറ്റൂല. മനസ്സിലായോ? കാരണം ഈ മൺകൂടാരത്തിൽ അത്യന്ത ശക്തി ഇറങ്ങുമ്പോൾ ഇത് താങ്ങൂല, ചലിക്കും. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചലിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് പോയാൽ അറിയില്ല, അത് മിണ്ടാതെ ഇറങ്ങി അങ്ങ് പോകും. പിശാച് കയറുമ്പോൾ അറിയാൻ പറ്റൂല, പോകുമ്പോൾ അറിയാം. ഞാൻ പോണേ. ഹല്ലേലൂയ. തിരിച്ചറിയണേ, ആത്മാക്കളെ തിരിച്ചറിയുക. പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ ആത്മാവ്, മനുഷ്യാത്മാവ്. എന്താണ് ഈ മനുഷ്യാത്മാവെന്ന് പറഞ്ഞാൽ? മനുഷ്യനെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ ചേർന്നതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാം ഓരോരുത്തരും എന്തൊക്കെ ചേർന്നതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, സുഖമായിരിക്കുന്നോ? എന്തായിരിക്കും മറുപടി? ശരീരത്തിന് ഒരു സുഖവുമില്ല, മനസ്സിനൊരു സമാധാനവുമില്ല. ആത്മാവ് എങ്ങനെയുണ്ട്? ആത്മാവ അത് ഏത് ടൈപ്പ് മാവാണ്? ആത്മാവിനെ കുറിച്ച് അറിഞ്ഞുകൂടാതെ ആത്മീയ വിജയം ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ. 3 യോഹന്നാൻ 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 3 യോഹന്നാൻ 2-ാം വാക്യം, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ആത്മാവ് ശുഭമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഓക്കെ. ശരീരവും മനസ്സും ഹൃദയവും എല്ലാം ഓക്കെ ആയിരിക്കും.
എങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കട മനസ്സ് ഹൃദയം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എല്ലാ ഞായറാഴ്ചയും നമ്മൾ പള്ളിയിൽ വായിക്കാറില്ലേ, പള്ളിയിൽ വായിച്ചു വിടണത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇത് പള്ളിയിൽ പറയാനുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പള്ളിയിൽ പറയണത്. ഈ ചിലർ ഉടക്കിയൊക്കെ സംസാരിക്കുമ്പോൾ അവസാനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യം അല്ല. അപ്പോൾ നമ്മൾ പള്ളിയിൽ പറയണതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ നടന്നേ പറ്റൂ. ഈ 2 കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് ചെല്ലുമ്പോൾ, അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കും, നീ എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചത്? നിന്റെ കൂട്ടുകാരനെ നീ എങ്ങനെയാണ് സ്നേഹിച്ചത്? കർത്താവേ, ഞാൻ മാസവരി കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതല്ല ചോദിച്ചത്, നിന്റെ സ്നേഹം എങ്ങനെയായിരുന്നു? കർത്താവേ, ഞാൻ ഒരു തിരുവത്താഴം പോലും ഞാൻ മുടക്കിയിട്ടില്ല. അതല്ല ഞാൻ ചോദിച്ചത്, സ്നേഹം. സ്നേഹം ഒന്ന് വിഭാവന ചെയ്ത് നോക്കുക. കർത്താവ് 2 കൽപ്പനയെ തന്നുള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇത് 2 ഇല്ലെങ്കിൽ ഔട്ടാണ്. കാരണം കർത്താവിൻ്റെ കയ്യിലൊരു ബുക്കുണ്ട് കേട്ടോ, അത് വേറെ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. കുഞ്ഞോട്ടിൻ്റെ ജീവപുസ്തകം. അത് വേറെ ഇവിടെ ആരുടെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ എത്ര പേര് വെട്ടുമായിരുന്നു, എത്ര പേര് ചേർക്കുമായിരുന്നു. അത് കർത്താവിന് നന്നായിട്ട് അറിയാം. കർത്താവിന് ഒരു മനുഷ്യനെയും വിശ്വാസമില്ല. അതുകൊണ്ട് ആ ബുക്ക് കർത്താവാണ് വെച്ചിട്ടുള്ളത്. കർത്താവ് അത് വെളിപ്പെടുത്തി. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 15, 20-ാം അധ്യായം 15, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യാവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞാൻ വിചാരിച്ചു, കർത്താവ് ഇതിനാണ് തള്ളിയിടുന്നത്? അത് അവിടെ ചെന്നും വേല കാണിക്കുമെന്ന്. എൻ്റെ പേരവിടെ ഉണ്ടോ നോക്കണം. ഇവിടെ ഭൂമിയിലെ മിനിറ്റും കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നും ശരിയല്ല, ഇവിടെയും ഒന്നും ശരിയല്ലേ? ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞാട് ഒരു ഗർജനം. എന്താണ് അവിടെ പ്രശ്നം? ദൂതന്മാർ പറയും, യജമാനെ, ഇദ്ദേഹത്തിൻ്റെ പേരിവിടെയില്ല. അവനെ പിടിച്ചങ്ങ് തള്ളിയരേ. നമ്മൾ ഈ മരണ വീടുകളിൽ പോകുമ്പോൾ എത്ര പ്രാവശ്യമാണ് നമ്മുടെ പേരുണ്ടെന്ന് പാടുന്നത്? പേർ വിളിക്കും നേരം കാണും 1, പേർ വിളിക്കും നേരം കാണും 2, പേർ വിളിക്കും നേരം കാണും 3, പേർ വിളിക്കും നേരം കാണും എൻ പേരും 5 പ്രാവശ്യമാണ് പറഞ്ഞു. ഉണ്ടോ അവിടെ? പിന്നെ എൻ്റെ പേരില്ലെങ്കിൽ പിന്നെ അവിടെ സ്വർഗം കാണുമോ? എനിക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു, കുടിച്ച് ഫിറ്റാകുമ്പോഴാണ് ഈ പാട്ട് പാടുന്നത്. പേർ വിളിക്കും നേരം കാണും എൻ പേരും. കാരണം യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തവനാണ്. ഏറ്റവും കൂടുതൽ മദ്യം ചെലവഴിക്കപ്പെട്ടത് ക്രിസ്മസിന്. യേശു കാലിത്തൊഴുത്ത് ജനിച്ചെങ്കിൽ ഞാൻ ഓടയിലെങ്കിലും കിടക്കണ്ടേ? എന്ത് അതിശയമേ! ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ! ദൈവത്തെ അറിഞ്ഞുകൂടാ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായി മനസ്സില്ല. ആത്മാവ് വരുന്നു. ഏതാത്മാവാണെന്ന് തിരിച്ച് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരിക്കൽ ഒരു സഹോദരനോട് പറഞ്ഞു, ബ്രദറെ, പള്ളിയിൽ ഭയങ്കര ആരാധന കഴിഞ്ഞ് വണ്ടി എടുക്കാൻ പോയപ്പോൾ വേറൊരു വണ്ടി തൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുക. അപ്പോഴാണ് അന്യായ ഭാഷ വന്നത്. ഇദ്ദേഹം അന്തം വിട്ടു. എന്തൊരു ആത്മാവിലുള്ള ആരാധനയായിരുന്നു! ഇതാണ് വേറെ ആത്മാവ്. ഏതാത്മാവിനെയും വിശ്വസിക്കരുത്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. സ്നേഹമില്ലെങ്കിൽ ദൈവാത്മാവല്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ആത്മാവല്ല നയിക്കപ്പെടുന്നതെങ്കിൽ അത് വേറെ ആത്മാവാണ്. എനിക്ക് തന്നിരിക്കുന്ന ഗൈഡൻസാണ്. യേശു കർത്താവ് എന്നെ പഠിപ്പിച്ചതാണ്. മനസ്സിലായോ? 1981 നവംബർ മാസം 28-ാം തീയതിയാണ് ഞാൻ യേശുവിൻ്റെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ചിലർ ചോദിക്കും, യേശുവിന് സ്കൂളുണ്ടോ? ഞാനൊരു വാക്യം പറയാം. അധ്വാനിക്കുന്നവരും
എല്ലാവരും ബാക്കി ഉറച്ചു പറയണേ. അധ്വാനിക്കുന്നവരും ഉള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ബാക്കി നമ്മൾ അറിയണ്ടല്ലോ, നമുക്ക് ഇത്രയല്ലേ വേണം. ബാക്കിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇന്ന് വൈകുന്നേരം വരുമ്പോൾ അത് കാണാൻ പഠിച്ചുകൊണ്ട് വരണം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റ് എന്നിൽ നിന്ന് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ശരീരത്തിന് സൗഖ്യം കിട്ടാൻ പഠിക്കണ്ട, മനസ്സിന് ആശ്വാസം കിട്ടാൻ പഠിക്കണ്ട. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. മനസ്സിലായില്ലേ? അതിന് മനഃശാസ്ത്രജ്ഞന്മാർ പറയും മ്യൂസിക് തെറാപ്പി. എല്ലാ മതങ്ങളിലും ഉണ്ട് ആരാധന. ആരാധിച്ചു കഴിയുമ്പോൾ ഒരു റിലാക്സ്. കർത്താവ് പറയുകയാണ്, ആത്മശാന്തി വരണമോ? കർത്താവിൽ നിന്ന് പഠിക്കണം. കർത്താവാണ് പറയുന്നത്, എന്നിൽ നിന്ന് പഠിപ്പീൻ. പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതല്ല ആത്മശാന്തി. എല്ലാ മതങ്ങളും മരിച്ച ശേഷം മരിച്ച ആത്മാവിന് ശാന്തി കൊടുക്കാനായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ജീവിച്ചിരിക്കുമ്പോഴേ ആത്മശാന്തി ലഭിച്ചു. അതാണ് ഉറപ്പ്. മതങ്ങളിൽ നിന്ന് സുവിശേഷത്തിന്റെ വ്യത്യാസം ഇത്രയും കാലം ഞാൻ പഠിച്ചപ്പോൾ ഒരേ ഒരു കാര്യമുള്ളൂ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചാൽ എവിടെ പോകുമെന്നുള്ള ഉറപ്പാണ്. വിശ്വാസമല്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഇന്നുള്ള വിശ്വാസമാണ്. എല്ലാവരും വിശ്വാസമല്ലേ? ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉറപ്പും നിശ്ചയമുള്ളതാണ്. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. അടുത്തത് നമ്മൾ അറിയണ്ടല്ലോ. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു, അറ്റസ്റ്റ് ചെയ്തു. ഇതാണ് വിശ്വാസം. എന്താണ് അവർ ആശിച്ചത്? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും. ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, താമസിക്കുകയല്ല. കാണാത്ത കാര്യമാണ്, പക്ഷെ എനിക്ക് നിശ്ചയം ഉണ്ടാവും, വരും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. എബ്രായർ 10:37 മുതലാണ് വായിക്കുന്നത്. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു വിശ്വാസം എന്നതോ. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. ഈ ഉറപ്പും നിശ്ചയം എങ്ങനെ കിട്ടും? 2 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാം വാക്യം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാം വാക്യം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും പിതാവായ ദൈവമല്ലോ. അവിടുന്ന് നമ്മെ മുദ്രയിട്ടും പരിശുദ്ധാത്മാവെന്ന അച്ചാരം അഥവാ അഡ്വാൻസ് ഹൃദയത്തിൽ നൽകിയും ഇരിക്കുന്നു. ഉണ്ടോ? അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ഒരു എഗ്രിമെന്റിൽ അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കച്ചവടം നടക്കും. പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് ആയിട്ട് തന്നിട്ട് പറയുകയാണ്, നീ എനിക്കുള്ളവനാണ്, ഭാരപ്പെടണ്ട. കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ലോകത്തിൻ താരങ്ങളടിച്ച് പാടാം. നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ.
സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. യേശു കർത്താവ് അന്നത്തെ ആരാധനയെ നോക്കി നിശിതമായി വിമർശിച്ചു. ഒരു തരത്തിൽ യേശു അന്നത്തെ പള്ളിക്ക് പുറത്തായിരുന്നു. അന്നത്തെ സഭ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. ഇന്നും സത്യം പറയുന്നവർ പലരും പുറത്താണ്. സുവിശേഷം പ്രസംഗിക്കാൻ പലയിടത്തും അവസരം ഇല്ല. പക്ഷേ ഈസ്റ്റ് കേരളമായതിനെ കുറിച്ച് എനിക്കൊരു അഭിമാനമുണ്ട്. അവർ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമാണെന്ന് ഞാൻ അതേ വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോഴും ഞാൻ മനസ്സിലാക്കി. ഈ ദിവസങ്ങളിലും ഉള്ള ആരാധനകളിലും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്കത് മനസ്സിലായി. ആത്മസന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനത ഇവിടെ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കും. മത്തായി സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ യേശു കർത്താവ് പറയുകയാണ്, കപടഭക്തിക്കാരെ ഏറ്റവും വലിയ പാപം കപടഭക്തിയാണ്. പാപികളെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ കപടഭക്തിക്കാരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, അയ്യോ കഷ്ടമെന്നാണ് യേശു പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നല്ല നടനും നല്ല നടിക്കുമുള്ള അവാർഡ് കൊടുക്കേണ്ടത് സിനിമ സീരിയൽ നടീനടന്മാർക്കല്ല, ക്രിസ്ത്യാനികൾക്കാണ്. ഞായറാഴ്ച വന്ന് കാണിക്കണം അഭിനയം കാണുമ്പോൾ സാത്താന് ഹാർട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ എത്ര പ്രാവശ്യം അറ്റാക്ക് വരുമായിരുന്നു. പള്ളി വന്ന് പറഞ്ഞു, നീ മാത്രം മതി, നീ മാത്രം. പിശാച് അന്തം പിടിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കൂടെയാണ് നടക്കുന്നത്. ഇവിടെ നിന്നിട്ട് പറയണുണ്ടല്ലോ, നീ മാത്രം മതി. കപട ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ആയുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് യേശു വിളിച്ചു പറഞ്ഞു. വെറുതെ ഒന്നുമല്ല യേശുവിനെ ക്രൂശിച്ചത്. വായിക്കാം. കപടഭക്തിക്കാരായ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് ഈ ജനം അധരം കൊണ്ട് എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുക. ഹൃദയത്തെക്കുറിച്ച് ഞാൻ രാത്രി കുറച്ച് കാര്യങ്ങൾ പറയും. എല്ലാം ചുണ്ടുകൊണ്ട് മാത്രമാണ്. പാടുമ്പോൾ സംഗതി ഉണ്ടോ എന്നാണ് നോക്കണത്, അകത്ത് വല്ലതും ഉണ്ടോ എന്നല്ല. കർത്താവ് അതാണ് നോക്കുന്നത്, അകത്തുണ്ടോ അതോ സംഗതി ഉണ്ടോ. ആമോസിന്റെ കാലത്ത് ആമോസ് പ്രവചിക്കേണ്ടി വന്നു. ദൈവം ആമോസിനോട് പറഞ്ഞു, നിന്റെ പാട്ടുകളുടെ സ്വരം നിർത്ത്, നിന്റെ വീണാനാഥം എനിക്ക് കേൾക്കണ്ട, ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും ഒഴുകട്ടെ. ദൈവത്തെ പാടി വശീകരിക്കാൻ പറ്റത്തില്ല. ദൈവം ഹൃദയത്തെ നോക്കുന്നവനാണ്. താഴോട്ട് വായിക്കാം. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു, ആരാധിക്കുന്നു. ഒരുപാട് പഠിപ്പിക്കലാണ്, മാനുഷികമായ പഠിപ്പിക്കൽ. അടുത്ത് വീണ്ടും, പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. മദ്യപാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യമാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അകത്തോട്ട് പോണത് ഒരു കുഴപ്പമില്ല. പക്ഷെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് നോക്കണം. ഈ മദ്യപാനിയൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ അവർ കണ്ടുപിടിച്ചു. വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്ന് എഴുതിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ വിഷം കുടിച്ച് മരിക്കരുതെന്നാണ് എഴുതിയിട്ടുള്ളത്. മദ്യം വിഷമാണ്, അതുകൊണ്ട് അത് കുറച്ച് കുടിക്കാവൂ. താഴോട്ട്.
അപ്പോൾ ശിഷ്യന്മാർ അടുക്കെ വന്ന് പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ? പരീശന്മാർ ഈ വാക്ക് കേട്ടപ്പോ ഇടറിപ്പോയെന്ന് നീ മനസ്സിലാക്കുന്നുവോ? കാരണം മുഖത്ത് വയ്ക്കാ പറഞ്ഞു, നിങ്ങളൊക്കെ ആദരം കൊണ്ടാണ് എന്നെ ബഹുമാനിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു ഒത്തിരിക്കുക, ഹൃദയത്തിലൊന്നുമില്ല, എല്ലാം ഷോ. അപ്പോൾ പറയാണ് ശിഷ്യന്മാർ, കർത്താവേ അങ്ങ് പറഞ്ഞത് അവർക്ക് ഇന്നത്തെ ഭാഷയെ പറഞ്ഞ കൊണ്ട് കേട്ടാ. എന്താണ് അടുത്ത യേശു പറയുന്നത്? അതിനവൻ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. അല്ല, അയ്യോ അങ്ങനെ പറ്റിപ്പോയാ ക്ഷമ ചോദിക്കാൻ. പിതാവ് നട്ടിട്ടില്ലാത്തൊക്കെയും വേരോടെ പറഞ്ഞു പോകും. അടുത്ത്, അവരെ വിടുവീൻ, നന്നാക്കാൻ പറ്റൂല. അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ. അവർ കുരുടന്മാരായ വഴികാട്ടികളാണ്. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. ഇരുവരും കുഴിയിൽ വീഴും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വായിച്ചു കൊടുത്ത ഒരൊറ്റ വ്യക്തി, പരീശനോ മഹാവീരനോ ആവേശം കൊണ്ടില്ല, നിർവികാരമായി വായിച്ച് കാര്യം പറഞ്ഞു കൊടുത്തു. വിദ്വാൻമാർ ബന്ധപ്പെട്ടോടി, ആട്ടടയന്മാരും ബന്ധപ്പെട്ടോടി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് ദൈവം മനുഷ്യനായ ഭൂമിയിൽ വന്നപ്പോൾ ആ ദൂത് അറിയിക്കേണ്ടത് ദേവാലയത്തിലല്ലേ? ആട്ടടയടുത്ത് നിന്ന് അറിയിച്ചതിനാണ്. ദേവാലയത്തിൽ നിന്ന് അറിയിച്ചിരുന്നെങ്കിൽ യോസഫിനെയും മറിയെയും യേശു കുഞ്ഞിനെയും ലോകം കാണൂലായിരുന്നു, അതിനുമ്പ് തട്ടിക്കളയുമായിരുന്നു. കാരണം ഇതല്ലേ ആറ്റിറ്റ്യൂഡ്. നമ്മൾ മനസ്സിലാക്കണം, തിരുവചന സത്യങ്ങളെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരിക്കൽ UP-യിൽ ശുശ്രൂഷക്കാർക്ക് വേണ്ടിയുള്ളൊരു ക്ലാസ് എടുക്കാനായി പോയപ്പോൾ, ക്ലാസ് എടുത്തു കഴിഞ്ഞ് അതിൽ പങ്കെടുത്ത ഒരു മിഷണറി എന്നോട് വന്ന് ഒരു സംശയം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പൂജാരിയായിരുന്ന ആളാണ്, ഞാൻ യേശുവിൻ്റെ സുവിശേഷത്താൽ ഞാൻ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നു. പക്ഷെ എനിക്കൊരു പ്രശ്നം, ആരാധിക്കാനായി കഴിയുന്നില്ല. ഞാൻ മുൻപ് വിഗ്രഹങ്ങൾ ആരാധിക്കുമ്പോൾ എനിക്കൊരു കോൺസെൻട്രേഷൻ, ഒരു പടം അല്ലെങ്കിൽ ഒരു രൂപം എൻ്റെ മുമ്പിലുണ്ട്. ഇപ്പം എനിക്ക് ഏകാഗ്രതയോടുകൂടെ എനിക്ക് ആരാധിക്കുവാനായി കഴിയുന്നില്ല. എന്താണ് അതിൻ്റെ പോംവഴി? യോഹന്നാൻ 4:24 അദ്ദേഹത്തിന് അറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത സെഷനിൽ വരുന്നതിന് മുമ്പേ ഞാൻ അതിനുള്ള ഉത്തരം പറയാം. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ സഹോദരനോട് എന്താണ് ഉത്തരം പറയേണ്ടത്? കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഫിലിപ്പിയർക്കെ ലേഖനം 3-ാം അധ്യായം, ഫിലിപ്പിയർക്കെ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കാം. ദൈവത്തിന്റെ നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം. അപ്പൊ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. പ്രശംസ മുഴുവനും യേശു കർത്താവിനും. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. പ്രശംസ ഒന്നു മാത്രമേ ആദേശുവിൻ്റെ മൃത്യുതാൻ ചിറ്റിൻബകാര്യം സർവമേ നിൻ രക്തത്തിനു വീറ്റു ഞാൻ. നിങ്ങൾക്ക് ആ പാട്ട് അറിഞ്ഞൂടാതോ? എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻകുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻകുരിശും. ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. പ്രശംസ മുഴുവനും അറക്കപ്പെട്ട കുഞ്ഞാടിനും മാത്രം. പൗലോസ് പറയുക, എനിക്ക് ജഡത്തിൽ പ്രശംസിപ്പാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനേറ്റവനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, എബ്രായനാണ്,
ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ന്യായപ്രമാണത്തിൽ നീ സംബന്ധിച്ച അനിന്യനാണ്. പക്ഷെ അതിലൊന്നുമല്ല ഞാൻ പ്രശംസിക്കുന്നത്. എനിക്ക് വേണ്ടി ജീവനെ തന്നെ സ്നേഹിച്ച, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നു വയ്ക്കിയ ദൈവത്തിൻ്റെ കുഞ്ഞാട്ടിൽ ആത്മാവിൽ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് നാം ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കുവാൻ നമുക്ക് കഴിയുന്നത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്, കർത്താവേ, അങ്ങ് ആത്മാവിൽ ആരാധിപ്പാനായി എന്നെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, അതിനായിട്ട് എന്നെ സ്വതന്ത്രമാക്കണമേ എന്ന് നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി, അപ്പോൾ തന്നെ കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒരു പുതിയ ബലം എനിക്ക് അഭിഷേകം തരണേ, പുതിയ അഭിഷേകം പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആ പാട്ട് പാടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ, നല്ലവനാ വെളിപ്പെടുവേ. ഈ പന്തലിൽ ഇന്ന് കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിട്ടിയ തൃക്കരത്താൽ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. മിന്നൽ പിണരുകൾ വീശി പിന്മാരിയെ പോറ്റുമവർ. മിന്നൽ പിണരുകൾ ആമേൻ പിന്മാരിയെ പോറ്റുമവൻ ഉണരുകയാൽ. ഹല്ലേലൂയ. യെസ് യെസ് ലോർഡ്. പകരട്ടെ. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളോ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഈ വചനത്തെ അവിടുന്ന് ഉറപ്പിക്കുമപ്പാ. യെസ് ലോർഡ്. ബലഹീനർ ബലപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. അത്ഭുതം യേശുവിൻ നാമം ഉയർത്തിടാം. നിന്നിത പാത്രരായി വീണ നമ്മെ നായകൻ കൈവിടുമോ. നിന്നിത പാത്രരായി വീണ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റു നാം. ആമേൻ. ഹല്ലേലൂയ. നമ്മോടിരിക്കും. ആമേൻ. എഴുന്നേറ്റു നാം പണിതിടുക തിരുകരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതം യേശുവിൻ